കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടോവിൻ ഹ്യൂമിന്റെ സ്വദേശമേത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഏതാണ്? ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എത്ര? 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ ഡബ്ല്യു.സി. ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്താണ്? മത്സര പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INC എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. ഇവിടെ INC-യുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ശ്രദ്ധിച്ച് പഠിക്കുക, എഴുതിയെടുക്കുക. ഒന്നാമത്തെ ചോദ്യം, കോൺഗ്രസ് സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടോവിൻ ഹ്യൂമിന്റെ സ്വദേശമേത് എന്നുള്ളതാണ്. കോൺഗ്രസ് സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടോവിയൻ ഹ്യൂമിന്റെ സ്വദേശം സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ്. അലൻ ഒക്ടോവിയൻ ഹ്യൂമിന്റെ സ്വദേശം സ്കോട്ട്ലൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയനാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എത്ര? ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം 72. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം 72 ആണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം 72. 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ ഡബ്ല്യു.സി. ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ ഡബ്ല്യു.സി. ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബോംബെ. ഡബ്ല്യു.സി. ബാനർജി ബോംബെ പ്രവിശ്യക്കാരനായിരുന്നു. ഡബ്ല്യു.സി. ബാനർജി ബോംബെ പ്രവിശ്യക്കാരനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവി INC-യുടെ സെക്രട്ടറിയായിരുന്നു എ.ഒ. ഹ്യൂം. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജിയാണ്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതാര്? കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യരാണ് കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായിരുന്നതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത്? കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായിരുന്നതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത്? ഉത്തരം പൂനെ. പൂനെ നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായിരുന്നതിനാലാണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി ബോംബെയിലേക്ക് മാറ്റിയത്. എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? ഉത്തരം 434 പേരാണ് കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷമേതാണ്? കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1947. 1947. കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമേതാണ്? കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ ആണ്. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? 1889
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് വില്യം വെഡർബൺ ആണ്. വില്യം വെഡർബൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വെഡർബൺ. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബിനി ഗാംഗുലി. കാദംബിനി ഗാംഗുലിയാണ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ തെക്കേ ഇന്ത്യക്കാരൻ. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരനാണ് പി ആനന്ദചാർലു. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ തെക്കേ ഇന്ത്യക്കാരൻ പി ആനന്ദചാർലു. ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത്? ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്? 1896 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളിയായ ശ്രീ സി ശങ്കരൻ നായർ ഏത് വർഷമാണ് ആ പദവിയിലെത്തിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളിയായ ശ്രീ സി ശങ്കരൻ നായർ ഏത് വർഷമാണ് ആ പദവിയിലെത്തിയത്? 1897 ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 1899 കോൺഗ്രസ് പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു 1905 അധ്യക്ഷൻ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം 1907. മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916 മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചത്. മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. താഴെ പറയുന്നവയിൽ ആരാണ് തീവ്രദേശീയവാദത്തിന്റെ വക്താവ് അല്ലാത്ത നേതാവ്? താഴെ പറയുന്നവയിൽ ആരാണ് തീവ്രദേശീയവാദത്തിന്റെ വക്താവ് അല്ലാത്ത നേതാവ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവായിരുന്നു. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1920 സെപ്റ്റംബറിൽ
നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് എവിടെ വെച്ചാണ്? 1920 സെപ്റ്റംബറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം. കൊൽക്കത്തയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് കൊൽക്കത്തയിൽ വെച്ചാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയ വർഷം. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയ വർഷം 1916. ആദ്യമായി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ഒരുമിച്ച് നടത്തിയത് 1916ലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? ഉത്തരം ആനി ബെസന്റ്. ആനി ബെസന്റ് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ് കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത്. ഡൽഹിയിൽ വെച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ച വർഷം ഏതാണ്? ഡൽഹിയിൽ വെച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ച വർഷം 1918ആണ്. 1918ലാണ് ഡൽഹിയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജപത് റായി ആയിരുന്നു. ലാലാ ലജപത് റായിയാണ് 20 സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1924 കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? 1924 കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? 39ാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചാണ്. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചാണ്. ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ AICCയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത്? ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ AICCയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത്? 1925 നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി AICC സ്വീകരിച്ചത്. ഗ്രാമത്തിൽ വച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം ഏതാണ്? ഗ്രാമത്തിൽ വച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം ഫേസിപൂറിലാണ്. ഫേസിപൂറിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ഗ്രാമത്തിൽ വച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനമെന്ന് അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938ആണ്. 1938ലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. 1939 സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് മത്സരിച്ചത് ആരാണ്? 1939 സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യയാണ് 1939 കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് സുഭാഷ് ചന്ദ്രബോസിന് എതിരെ മത്സരിച്ചത്. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ആചാര്യ കൃപലാനി ആയിരുന്നു. ആചാര്യ കൃപലാനി INC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ ആചാര്യ കൃപലാനിയാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു?
സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? നുകമേന്തിയ കാളകളായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ ചിഹ്നം നുകമേന്തിയ കാളകളായിരുന്നു. 1955 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? 1955 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? ഉത്തരം ആവടി. 1955 സമ്മേളനം നടന്നത് ആവടിയിലാണ്. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായത്? ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായത്? ഉത്തരം 1959. 1959 INCയുടെ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആര്? കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് കെ കാമരാജ്. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കെ കാമരാജ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായി പിളർന്ന വർഷം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായി പിളർന്ന വർഷം 1969. 1969 സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ദേശീയ തലത്തിൽ പിളർന്നത്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു? കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് INCക്ക് കൈപ്പത്തി ചിഹ്നം നിർദ്ദേശിച്ചത്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം നിർദ്ദേശിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന വർഷം 1977. 1977. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ് ആരാണ്? കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.